ഖുർആനെ പരിഹസിക്കും, അതുപോലെ ഇസ്ലാമിനെ പരിഹസിക്കും. നമുക്കറിയാം നിഷേധികളായ ആളുകൾ അവർ പറയുന്നൊരു കാര്യം, ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലുള്ള ശാരീരികമായ ഭൗതികമായ ആസ്വാദനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ല മറ്റ് മതങ്ങളിൽ പലതും ഇങ്ങനെയൊന്നുമില്ല. അവരുടെ അടിസ്ഥാന ലക്ഷ്യം ആത്മീയമായ ലക്ഷ്യമാണ്, അഥവാ സ്വന്തം ആത്മാവ് ദൈവത്തിൽ ലയിച്ചു ചേരുക. അതൊക്കെയാണ് പല മതങ്ങളിലുമുള്ളത്. ഇസ്ലാമിൽ നിങ്ങളിങ്ങനെ ശരീരം കൊണ്ടുള്ള സുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ഭക്ഷണത്തെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ആളുകളെ കാണാം. അവർ ഇങ്ങനെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ വിമർശനം കൊണ്ട്. ഒന്ന്, ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ സുഖങ്ങൾ, അത് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത്, ഹൂർലീനെക്കുറിച്ചൊക്കെ പറഞ്ഞത്, അത് വളരെ താഴ്ന്ന കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളല്ല. അഥവാ ഒരാളുടെ ആത്മാവ് മോക്ഷം നേടുക എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം. അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് പുറമെ നിങ്ങൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് മോശമായിട്ടാണ് അവർ കാണുന്നത്. മനുഷ്യൻ്റെ ന്യൂനതകളാണ് ഇതെല്ലാം. വിശക്കുക, അതുപോലെ പിന്നെ ഇണകളായി ജീവിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യൻ്റെ ന്യൂനതകളാണ്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല സ്വർഗത്തിൽ. ഇതാണ് അവരുടെ ഒരു ആരോപണം, അവരുദ്ദേശിക്കുന്ന ഒരു കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം, സ്വർഗത്തിലുള്ള പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എങ്ങനെയുള്ള ഇണകളെയാണ് കിട്ടുക എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. ഇതാണ് രണ്ട് പ്രശ്നങ്ങൾ. ഈ രണ്ട് പ്രശ്നവും യഥാർത്ഥത്തിൽ ബാത്തിലാണ്. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിലുള്ള ഈ സുഖങ്ങൾ അത് വളരെ തരം താഴ്ന്ന കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ ന്യൂനതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള ഈ ആരോപണം, അതിനുള്ള മറുപടി എന്താണ്? സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആസ്വാദനം ഇതല്ല എന്ന് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് മദ്രസയിൽ പോകുന്നത്, എന്തിനാണ് ഖുർആൻ ഓതുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി എന്നാ പറയാം. അള്ളാഹിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹുവുമായി നേർക്കുനേരെ സംസാരിക്കുക. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. ആ സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നീ എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഏറ്റവും ജാഹിലായ മുസ്ലിമായ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വയസ്സായ മുസ്ലിം സ്ത്രീ അവർ പോലും പറയില്ല എന്ത് സ്വർഗത്തിലെ മുന്തിരി കഴിക്കാനാണെന്ന്. ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയില്ല. അള്ളാഹിൻ്റെ വജ്ഹ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് മുസ്ലിമുകൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ കാണാൻ വരുന്നവർക്ക് അള്ളാഹു തആല അവിടെ അവൻ്റെ മാന്യതയ്ക്ക് യോജിച്ച സുഖങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത്തരം ശാരീരികമായ സുഖങ്ങളും ആസ്വാദനങ്ങളും അത് മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു തആല മനുഷ്യൻ്റെ ഫിത്രത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചീത്ത കാര്യങ്ങളല്ല, മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ടില്ല? സ്ത്രീകൾക്ക് അവിടെ പുരുഷന്മാരുണ്ടാകും. അവരുടെ ഭർത്താക്കന്മാർ സ്വർഗാവകാശികളാണെങ്കിൽ അവരുണ്ടാകും, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള മറ്റേതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ ആയിരിക്കും. അതിൽ സംശയമില്ല. സ്വർഗത്തിൽ ഒറ്റപ്പെട്ട് ആരും ഉണ്ടാവുകയില്ല എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഇണകളായിട്ടേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാലും എന്തുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് വർണ്ണിച്ചതുപോലെ പുരുഷന്മാരെക്കുറിച്ച് വർണ്ണിച്ചിട്ടില്ല? ഇതും തീർത്തും അടിസ്ഥാനരഹിതമായൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തുള്ള സാഹിത്യ സൃഷ്ടികൾ, കവിതകൾ, കഥകൾ, പഴയകാലം മുതലുള്ള സാഹിത്യ രചനകൾ, ഇതിൽ എവിടെയെങ്കിലും പുരുഷന്മാരെ വർണ്ണിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇന്ന സിഫാത്തുകളുള്ള പുരുഷന്മാർ എവിടെയില്ല. എന്തുകൊണ്ടില്ല? അതുതന്നെയാണ് ഇതിനുള്ള ഉത്തരം. അത് വായിച്ച് ആസ്വദിക്കാൻ ആളില്ല. കാരണം സ്ത്രീകൾ അത് ഇഷ്ടപ്പെടുന്നില്ല. സ്ത്രീകൾ അവരുടെ ലജ്ജ കാരണം അവർ പുരുഷൻ്റെ വർണ്ണനകൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയാൽ നമുക്ക് സ്ത്രീകളുടെ ഇഷ്ടം പോലെ ഫോട്ടോ കാണാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ, നമ്മുടെ ഫോൺ തുറന്നാൽ നമ്മൾ ആഗ്രഹിക്കാതെ സ്ത്രീകളുടെ ചിത്രങ്ങൾ കാണാം. ഇതുപോലെ പുരുഷന്മാരത് കാണാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഔറത്ത് വെളിവാക്കിക്കൊണ്ട് പുരുഷന്മാരുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അത് വളരെ ലളിതമായ യുക്തിയാണ് അതിന് പിന്നിലുള്ളത്.